ഈ കിഫ്ബി അടച്ചുപൂട്ടുമെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ കിഫ്ബി വഴി ഉള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അതിനെ റീസ്ട്രക്ചർ ചെയ്യും. അതിനെ റീസ്ട്രക്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പാടെ മാറ്റുകയല്ല. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ തലപ്പത്തിരിക്കുന്ന റിട്ടയർ ചെയ്ത ആൾക്കാർ ഇപ്പം തന്നെ ഓൾറെഡി പിരിഞ്ഞു പോയി. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ തന്നെ അവരിൽ പലരും പിരിഞ്ഞു പോയി. അപ്പോൾ ഇനി അതിൻ്റെ തലപ്പത്തേക്ക് അങ്ങനെ ആ കിഫ്ബി തന്നെ അഴിച്ചു പണിയുകയും അതിൻ്റെ തലപ്പത്ത് അതൊരു പ്രവർത്തന സജ്ജമായ ഒരു സ്ട്രക്ചറായിട്ട് ഇനിയും തുടരുന്ന പക്ഷം അതിൻ്റെ തലപ്പത്ത് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ തന്നെ IAS ഓരോ വകുപ്പിൻ്റെ ചീഫായിട്ടുള്ള അങ്ങനെ ആരെയെങ്കിലും റെസ്പോൺസിബിളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും. അപ്പോൾ ആ തരത്തിൽ പുതിയ ആളെ, അതായത് റിട്ടയർ ചെയ്തു പോയവരെ അവർ വാങ്ങിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ വലിയ ശമ്പളത്തിൽ അപ്പോയിൻ്റ് ചെയ്ത് ഖജനാവ് മുടിക്കുന്നതിന് പകരം ഇപ്പോൾ സർവീസിലിരിക്കുന്നവരെ അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അവരുടെ യോഗ്യത അനുസരിച്ച് കിഫ്ബിയുടെ തലപ്പത്തേക്ക്, കിഫ്ബിയെ പിരിച്ചു വിട്ടില്ലെങ്കിൽ തന്നെ റീസ്ട്രക്ചർ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന ജീവനക്കാരെ കൊണ്ട് തന്നെ ഇത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്തുന്നെങ്കിൽ തന്നെ ഇപ്പോൾ സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് പ്രാപ്തരായ ധാരാളം ഉദ്യോഗസ്ഥരുണ്ട്. അതായത് ഈ IAS റാൻമൂളികളാക്കുമ്പോഴാണ് അവരുടെ കാര്യക്ഷമത പോകുന്നത്. അതുപോലെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ സ്ഥലം മാറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കുടുംബമൊക്കെ ഉള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് അവരൊക്കെ ഇത് വേണ്ട, പറഞ്ഞത് അങ്ങ് കേട്ടേക്കാം എന്ന് വിചാരിച്ച് മിണ്ടാപ്രാണികളായി പോകുന്നത്. പിന്നെ എനിക്ക് എന്ത് നഷ്ടം, ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനുസരിച്ച് പോകുന്നതുകൊണ്ട് എനിക്കൊരു നഷ്ടം വരാനില്ല എന്ന് വിചാരിച്ച് പോകുന്ന ഉദ്യോഗസ്ഥർ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അവരുടെ കാര്യക്ഷമതയാണ് ഗവൺമെൻറ് കണക്കിലെടുക്കേണ്ടത്. ആ കാര്യക്ഷമത എന്ന് പറയുന്നത് അവരുടെ ഗവൺമെൻറ്റുമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കാല് തിരുമുന്നതിലല്ല കാര്യക്ഷമത കാണിക്കേണ്ടത്, ചെയ്യേണ്ട ജോലി ചെയ്യുന്നതിലെ കാര്യക്ഷമതയാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇത് വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ കിഫ്ബി, ഇല്ലെന്നുണ്ടെങ്കിൽ കിഫ്ബി പിരിച്ചുവിട്ടാലും ഒരു അപകടം ഉണ്ടാവില്ല. 2016 കിഫ്ബി കൊണ്ടുവരുന്നതിന് മുമ്പ് കേരളത്തിൽ വികസനം ഉണ്ടായിട്ടില്ലേ? കേരളത്തിൽ റോഡുകൾ ഉണ്ടായിട്ടില്ലേ? കേരളത്തിൽ സ്കൂൾ കെട്ടിടങ്ങൾ പണിതിട്ടില്ലേ? അപ്പോൾ നമുക്കറിയാം കിഫ്ബി ഉണ്ടായതിന് ശേഷം കൺസ്ട്രക്ഷൻ നടത്തിയ പല കാര്യങ്ങളും. ഉദാഹരണത്തിന് നമ്മൾ കടലുണ്ടി പാലം പുഴയിലേക്ക് വീണ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കിഫ്ബി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കടലുണ്ടിയിലെ പാലത്തിന് ഢാന്നും പറഞ്ഞ് താഴേക്ക് വെള്ളത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മളതുപോലെ എത്രയെത്ര സ്ട്രക്ചേഴ്സ് നശിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയല്ലേ എനിക്കറിയാം വയനാട് ജില്ലയിലേക്ക് പോകുന്ന ചുരം റോഡ് കിഫ്ബി കൺസ്ട്രക്ഷൻ നടത്തി 1 മാസം കഴിയുന്നതിന് മുൻപ് ഇടിഞ്ഞതാണത്. അതുപോലെ ആലപ്പുഴയിലെ റോഡ് കിഫ്ബി കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞ് അധികം താമസിയാതെ ഇടിഞ്ഞു താഴുന്നതിന് LDFൻ്റെ തന്നെ MP അതിനെ എതിർത്ത് എന്ത് കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നതെന്ന് ചോദിച്ച രംഗങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ല. അതുപോലെ സ്കൂൾ ബിൽഡിങ് പ്ലാസ്റ്ററിങ് കൈകൊണ്ട് ചുരണ്ടി മാറ്റി താഴെ ഇടുന്നു, അത് കിഫ്ബി ചെയ്തതാണ്. അങ്ങനെയാണ് കിഫ്ബിയുടെ എഫിഷ്യൻസി നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ കിഫ്ബിക്ക് വേണ്ടി ചെലവഴിച്ച ഫണ്ട്, അതുപോലെ കിഫ്ബി ഒരു പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളതോ അനാവശ്യമുള്ളതോ എന്ന് നോക്കില്ല. അങ്ങനെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം അവർക്ക് നഷ്ടമില്ലല്ലോ, ഖജനാവിനല്ലേ അതിൻ്റെ നഷ്ടമല്ല ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ കിഫ്ബി എന്ന് പറയുന്നത് ഒരു അൺവാണ്ടഡ് എലിമെൻ്റ് ആയിരുന്നു കേരളത്തിലെ ആരംഭം മുതൽ, അത് കൊണ്ടുവന്നപ്പോൾ മുതൽ. അതിലെ അഴിമതി കണ്ടെത്താതിരിക്കാനാണ് CAGയുടെ കംപ്ലീറ്റ് ഓഡിറ്റിംഗ് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ തന്നെ CAG പറഞ്ഞതാണ് ഇത് അഴിമതി നടത്താൻ വേണ്ടിയാണ് CAGയുടെ ഓഡിറ്റിംഗ് തടഞ്ഞിരിക്കുന്നത് എന്ന് അപ്പോഴേ CAG കുറ്റപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം വഴിയായിട്ട് നമുക്ക്, അതായത് 1100 കോടിയുടെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾ കിഫ്ബി വഴി ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ അതെന്ത് തന്നെയാണെങ്കിലും ഈ കിഫ്ബി വഴി നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ എല്ലാ വകുപ്പുകളും കാര്യക്ഷമമായ വകുപ്പുകളാണ്. PSC വഴി അപ്പോയിൻമെൻ്റ് ആയിട്ട് വന്ന വകുപ്പുകൾ ആണ്. അതുപോലെ സിവിൽ സർവീസ് IASകാരൊക്കെയാണ് തലപ്പത്ത് ഓരോ വകുപ്പിൻ്റെയും ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ വകുപ്പുകളെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു കിഫ്ബി എന്ന
സൗധം അല്ല ഒരു മഹാ സ്ട്രക്ചർ ഉണ്ടാക്കുക, സൂപ്പർ സ്ട്രക്ചർ ഉണ്ടാക്കുക, ആ സൂപ്പർ സ്ട്രക്ചറിലേക്ക് മറ്റുള്ളവരുടെ അധികാരങ്ങൾ കൈമാറുക, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. അതൊക്കെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമതയെ പിന്നെ അങ്ങേയറ്റം സാബോട്ടാഷ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റിക്കളയാൻ തന്നെ ശ്രീ സതീശൻ സാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ആ ബജറ്റ് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അപ്പോൾ അങ്ങനെ കിഫ്ബിക്ക് പകരം തീർച്ചയായിട്ടും, അതായത് എൻ്റെ വിശ്വാസം അതത് വകുപ്പുകളെ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും എന്നാണ്. അതിന് തന്നെ ആണ് നല്ല അതായിരുന്നല്ലോ കിഫ്ബി വരുന്നതിന് മുൻപ് എങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മുമ്പോട്ട് പോയോ അതുപോലെ തന്നെ കിഫ്ബിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ മുൻപോട്ട് പോകട്ടെ എന്ന തീരുമാനം എടുക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വകുപ്പിൽ പ്രത്യേക എക്സ്പെർട്ടൈസുള്ള ഉപദേശം വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമേരിക്കൻ സിസ്റ്റത്തിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. എക്സ്പെർട്ടീസ് ആവശ്യമുണ്ട് എങ്കിൽ ടെമ്പററി ആയിട്ട് അപ്പോയിൻറ്റ്മെൻറ്റ് നടത്തും. അവരവരുടെ എക്സ്പെർട്ടീസ് ആവശ്യത്തിനനുസരിച്ച് പകർന്നു കൊടുത്ത് ട്രെയിൻ ചെയ്യേണ്ടവർ ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ട ജോലി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ടേം തീർന്ന് അവർക്കങ്ങ് തിരിച്ചു പോകാം അതിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചിലവ് വരില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഓപ്ഷൻസ് സതീശൻ സാർ കണ്ടിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ഈ മറ്റ് വികസിത രാജ്യങ്ങളിലൊക്കെ വികസനം കൊണ്ടുവരുന്നത് എങ്ങനെ എന്നൊക്കെയുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനനുസരിച്ച് കിഫ്ബിക്ക് ബദൽ എന്ത് എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്ലാൻ കാണും. അത് പിന്നെ കൂട്ടുത്തരവാദിത്തോടുകൂടി മന്ത്രിസഭയുമായിട്ട് ആലോചിച്ച് അഭിപ്രായങ്ങളൊക്കെ എടുത്ത് അതുപോലെ തന്നെ വേണ്ട IAS ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായമൊക്കെ തേടിയിട്ട് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം.